ഞാൻ ഒരു പാട്ട് പാടാൻ പോവാണ്. 2014 മോദി ഇന്ത്യയിലേക്ക് ഭരണം വരുന്ന സമയത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വന്നത്. അതിനുശേഷം പിന്നീട് നമ്മുടെ ഓരോ ജീവിത ശൈലിയിലും ഇടപെടാൻ തുടങ്ങി. നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെയൊക്കെ ക്രൂരമായി കൊല്ലാൻ സാധിക്കുമോ അതെല്ലാ രീതിയിലും മോദി അതിനുള്ള ശ്രമങ്ങൾ നടത്തി. ആ സമയത്ത് ആദ്യം നടത്തിയ ഒരു ഇടപെടലാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഞാൻ അതിനെ എതിർത്ത് എഴുതിയ ഒരു പാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാട്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് എ വെരി സിമ്പിൾ സോങ് ഗോസ് ലൈക്ക് ദിസ്. എത്ര സുന്ദരം ഈ നാട്ടിലുള്ളോർ അതിലും സൂപ്പർ എന്റെ നാടിത്. എത്ര സുന്ദരം ഈ നാട്ടിലുള്ളോർ അതിലും സൂപ്പർ. ഇവിടെ ബീഫുണ്ട്, പോർക്കുണ്ട്, പുട്ടുണ്ട്, പിടിയുണ്ട്. ബീഫുണ്ട്, പോർക്കുണ്ട്, പുട്ടുണ്ട്, പിടിയുണ്ട്. പിടിയുടെ കൂടെ കൂട്ടിപ്പിടിക്കാൻ താറാവും കോഴിയുണ്ട്. പിടിയുടെ കൂടെ കൂട്ടിപ്പിടിക്കാൻ താറാവും കോഴിയുണ്ട്. എന്റെ നാടിത്. എത്ര സുന്ദരം ഈ നാട്ടിലുള്ളോർ അതിലും സൂപ്പർ. ഇവിടെ ഷാപ്പുണ്ട്, കല്ലുണ്ട്, കരിമീൻ ഫ്രൈയുണ്ട്. ഷാപ്പുണ്ട്, കല്ലുണ്ട്, കരിമീൻ ഫ്രൈയും. അപ്പയുടെ കൂടെ കൂട്ടിയടിക്കാൻ മട്ടനും പൊട്ടിയുണ്ട്. അപ്പയുടെ കൂടെ കൂട്ടിയടിക്കാൻ മട്ടനും പൊട്ടിയുണ്ട്. എന്റെ നാടിത്. എത്ര സുന്ദരം ഈ നാട്ടിലുള്ളോർ അതിലും സൂപ്പർ. എന്റെ നാടിത്. എത്ര സുന്ദരം ഈ നാട്ടിലുള്ളോർ അതിലും സൂപ്പർ. നമ്മളൊരു കുറച്ച് പാട്ട് പാടിയിട്ട് സപ്പോർട്ടായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാതറിംഗ് പ്ലാൻ ചെയ്തത്. ബട്ട് നമ്മൾ ഇന്ന് ഇതൊരു വിക്ടറി കൂടിയാണ് ഇവിടെ ആഘോഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബിയോണ്ട് പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറം ഇവിടുത്തെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലെ യൂത്തിൻ്റെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഈ പേപ്പർ ലീക്ക് വന്നിട്ടുണ്ട്, രണ്ട് അൺഎംപ്ലോയ്മെൻറ്റ്, അത് ഇവിടുത്തെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ അതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ഇവിടെ നിന്നേ സപ്പോർട്ട് ചെയ്യാൻ പറ്റൂ. ഇത് ആദ്യം ഡൽഹിയിലാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലും നമ്മുടെ ലോകം മുഴുവൻ ഇതിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു വിക്ടറി പ്ലസ് ഇനിയും ഇവിടെ ഒരുപാട് മാറാനുണ്ട്. ഇത് തുടക്കമാണ്, തുടരും. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വന്ന ആളുകൾ, അതോടെ എല്ലാം കൂടി നമുക്കപ്പുറം വേണു സാർ, നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഈ ഒരു സോളിഡാരിറ്റി പ്രൊട്ടസ്റ്റിൻ്റെ ഈ ഒരു വിക്ടറിയുടെ ഭാഗമാണ്. താങ്ക് യു സോ മച്ച് സാർ. സോ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് വൺ വേർഡ്, ദെൻ നമ്മളൊരു സെലിബ്രേഷനിലേക്കും ഒരു സോളിഡാരിറ്റി. സ്നേഹിതരെ, ഇന്ന് എല്ലാവരോടൊപ്പം ഈ മനോഹരമായ സായാഹ്നത്തിൽ എറണാകുളത്ത് ഒത്തുചേരാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഡൽഹിയിലെ പ്രതിഷേധക്കാർക്ക് പിന്തുണ നൽകാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത്. എന്നാൽ ഇന്നതൊരു വിജയാഹ്ലാദം പ്രകടനമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എൽഡോ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തുടക്കം മാത്രമാണ്, ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. ഇന്ത്യക്ക് ആവശ്യമുള്ള മാറ്റങ്ങളുടെ ഒരു തുടക്കമാണിത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു, ഉത്തരവാദിത്വം ഏറ്റെടുത്തു, ഗവൺമെൻറ് മുട്ടാപ്പിടുത്തം കാണിക്കാതെ ആ രാജി സ്വീകരിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ഇന്നും നമ്മുടെ വിദ്യാർത്ഥികളെ, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഇതെല്ലാം മാറ്റേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും ഒരുപാട് പ്രശ്നങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കും. സത്യം പറഞ്ഞാൽ നീണ്ട കാലമായിട്ട് ജനങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു, അവരുടെ ശബ്ദം ഉയർത്താതിരിക്കുകയായിരുന്നു എന്നത് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ദുർശന ശക്തികളും അവർക്കെതിരെ തിരിയും, അതൊരിക്കലും വിജയിക്കാൻ സാധിക്കില്ല എന്നെല്ലാം വിചാരിച്ചിരുന്നതാണ്. നമ്മുടെ യുവാക്കൾ, നമ്മുടെ വിദ്യാർത്ഥികൾ ഡൽഹിയിൽ അത് തെറ്റാണ് എന്ന് തെളിയിച്ചു. അവർ മർദ്ദനമേക്കേണ്ടി വന്നു. അവർക്ക് ഡൽഹിയുടെ തീക്ഷ്ണമായ ഉഷ്ണത്തിൽ അവരവിടെ പ്രതിഷേധിച്ചു, ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചു. എന്നാൽ അവസാനം വിജയം അവരുടേതായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായാൽ
നമ്മുടെ ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനും ശക്തിപ്പെടുത്തുവാനും വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായാൽ വിജയം സുനിശ്ചിതമാണ്. ഇതിലും കൂടുതലുള്ള ഇതുപോലുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമായിരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകിച്ചും ഡൽഹിയിലെ യുവാക്കളെ, ഡൽഹിയിലെ വിദ്യാർത്ഥി സമൂഹത്തെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം.